നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കൊല്ലപ്പെടുന്നതിന് 2 ദിവസം മുൻപ് ഇന്ദിരാഗാന്ധി തൻ്റെ സന്തത സഹചാരിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിരുന്ന ഫൊത്തേദാറിനോട് പറഞ്ഞു, ഞാൻ ചിലപ്പോൾ അധികകാലം ജീവിച്ചിരിക്കില്ല, പക്ഷേ പ്രിയങ്ക വളരുന്നത് നിങ്ങൾ കാണണം. അത്രയും കാലം ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന ഫൊത്തേദാറിൻ്റെ സംശയം. ഒട്ടും ആലോചിക്കാതെ ഇന്ദിരയുടെ മറുപടി, നിങ്ങൾ ജീവനോടെ ഉണ്ടാകും. അവൾ വളരുന്നതും ദേശീയതലത്തിൽ തിളങ്ങുന്നതും കാണാൻ നിങ്ങൾക്കാകും. ആളുകൾ അവളിൽ എന്നെ കാണും. അവളെ കാണുമ്പോൾ ജനം എന്നെ ഓർക്കും. അവൾ തിളങ്ങും. അടുത്ത നൂറ്റാണ്ട് അവളുടേതായിരിക്കും. അപ്പോൾ ആളുകൾ എന്നെ മറക്കും. ഗസ്റ്റ് ഹൗസിൽ വെച്ച് തൻ്റെ കൊച്ചുമകളെക്കുറിച്ചുള്ള ഈ സങ്കല്പം പങ്കുവെച്ച ഇന്ദിരാഗാന്ധി 2 ദിവസം കഴിഞ്ഞപ്പോൾ വെടിയേറ്റ് മരിച്ചു. എന്നാൽ ഇന്ദിര ഈ വാക്കുകൾ പറഞ്ഞ് ഇപ്പോൾ 40 വർഷം പിന്നിട്ടിരിക്കുന്നു. വയനാട്ടിലേക്ക് മത്സരിക്കാൻ പ്രിയങ്ക എത്തുമ്പോൾ അവിടെ ഉയർന്ന ചില ഫ്ലെക്സ് ബോർഡുകളുണ്ട്. ഇന്ദിരയുടെ തിരിച്ചുവരവ് എന്നാണ് ഫ്ലെക്സ് ബോർഡുകളിൽ എഴുതിയത്. കന്നിയംഗത്തിൽ ആദ്യമായി കേരളത്തിൽ പ്രിയങ്ക എത്തുമ്പോൾ ആളുകൾ പ്രിയങ്കയുടെ മുഖത്ത് കണ്ടത് പഴയ ഇന്ദിരാഗാന്ധിയെ. ഇന്ദിരയുടെ 2ാം വരവ് അക്ഷരാർത്ഥത്തിൽ തരംഗമായി. ഒടുവിൽ വയനാടൻ മണ്ണ് പ്രിയങ്ക ഗാന്ധിക്ക് വിജയം നൽകുന്നത് 4,11,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ. തുടക്കം മുതൽ ഭൂരിപക്ഷം മാത്രമായിരുന്നു ചർച്ചകളിൽ മുഴങ്ങിക്കേട്ടത്. രാഹുൽ ഗാന്ധിയേക്കാൾ ഭൂരിപക്ഷം പ്രിയങ്ക നേടുമോ എന്ന സംശയം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി നേടിയ ഭൂരിപക്ഷവും മറികടന്ന് പ്രിയങ്ക ഗാന്ധി വിജയത്തേരിൽ നിൽക്കുന്നു. ഇനിയുള്ള നാളുകൾ പ്രിയങ്ക ഗാന്ധിയുടേതാകുമോ എന്ന് കോൺഗ്രസ് അണികൾ പോലും പരസ്പരം സംസാരിച്ചു തുടങ്ങി. ഇതൊരു പുതിയ തുടക്കമാണ്. 12 വയസ്സ് മാത്രമുള്ള പ്രിയങ്ക ആ കുഞ്ഞിനരികിൽ ഒരിക്കൽ ജ്യോതിഷി വന്നു പറഞ്ഞു, മോള് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും. ഇത് കേട്ടുകൊണ്ടുവന്ന രാജീവ് ഗാന്ധി അന്ന് പ്രിയങ്കയോട് പറഞ്ഞു, ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ മനസ്സിലുണ്ടാകരുത്. വയനാട് മത്സരത്തിനിറങ്ങുന്നതിന് തൊട്ടു മുൻപ് ഒരു ദേശീയ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രിയങ്ക ഗാന്ധി ഇക്കാര്യം വ്യക്തമാക്കിയത്. അതെ, അവൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന് കേരളം വിശ്വസിക്കുന്നു. 52 വയസ്സുവരെ അവൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് അകലം പാലിച്ചു. ഒടുവിൽ തെരഞ്ഞെടുപ്പിനായി കടന്നു വന്നത് കൊച്ചു കേരളത്തിലെ വയനാട് എന്ന സുന്ദരമായ ആ മണ്ഡലത്തിൽ. രാഷ്ട്രീയത്തിൻ്റെ ഭാവങ്ങൾക്ക് ഞാൻ യോജിക്കില്ല, അതുകൊണ്ട് തന്നെ ഞാൻ രാഷ്ട്രീയത്തിലേക്കില്ല എന്നൊരിക്കൽ പറഞ്ഞ പ്രിയങ്ക ഗാന്ധി ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു. വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക സ്വന്തമാക്കിയിരിക്കുന്നത് ത്രസിപ്പിക്കുന്ന വിജയമാണ്. ഇത് ദേശീയ തലത്തിൽ പ്രിയങ്കയുടെ ഇമേജ് 10 മടങ്ങായി വളർത്തും. രാഹുൽ ഗാന്ധിയുടെ 2019 റെക്കോർഡ് ഭൂരിപക്ഷം മറികടക്കാൻ കഴിഞ്ഞില്ല എങ്കിലും 2024 ഭൂരിപക്ഷവും കടന്നിരിക്കുന്നു പ്രിയങ്ക ഗാന്ധി. 5 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിക്കുമെന്നായിരുന്നു പൊതുവെ കോൺഗ്രസ് ക്യാമ്പുകൾ കണക്കുകൂട്ടിയത്. വോട്ടിംഗ് ശതമാനത്തിൽ വന്ന കുറവാണ് 4,11,000 എത്തിച്ചത്. 6 മാസത്തെ ഇടവേളകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലെ പോളിംഗിൽ 8% ഇത്തവണ കുറവുണ്ടായത്. 2019 രാഹുൽ ഗാന്ധിക്ക് 4,30,000 വോട്ടുകളുടെ ഭൂരിപക്ഷം. അന്ന് 80% മുകളിലായിരുന്നു വോട്ടിംഗ് ശതമാനം. ഇക്കുറി അത് 64.72% കുത്തനെ കുറഞ്ഞു. പ്രിയങ്കയ്ക്ക് എളുപ്പത്തിൽ ജയിക്കാനാവില്ല എന്ന് ഇടതുപക്ഷ അവകാശവാദം നമ്മൾ കേട്ടിരുന്നു. പ്രിയങ്ക ജയിച്ചാലും ചെറിയ ഭൂരിപക്ഷത്തിനായിരിക്കും എന്ന് ഇടതുപക്ഷ നേതൃത്വം പരിഹസിച്ചിരുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടുകാരെ വഞ്ചിച്ചു എന്ന പ്രചരണമാണ് പൊതുവെ ഇടതുപക്ഷം ഉയർത്തിയത്. ആ പ്രചരണമൊന്നും ഏശിയില്ല എന്ന് മാത്രമല്ല, പ്രിയങ്ക പുതിയ താരമായി ഉദയം ചെയ്തിരിക്കുന്നു. 1972 ജനുവരി 12 പ്രിയങ്ക ജനിച്ചത്. ന്യൂഡൽഹിയിലെ മോഡേൺ സ്കൂളിലും കോൺവെന്റ് ഓഫ് ജീസസ് മേരിയിലുമാണ് വിദ്യാഭ്യാസം. കുടുംബകാര്യങ്ങളൊക്കെ നോക്കി വീട്ടിലിരിക്കാനാണ് തനിക്ക് താല്പര്യമെന്ന് ഒരിക്കൽ പ്രിയങ്ക പറഞ്ഞിരുന്നു. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നേയില്ല എന്നാണ് അവർ മുൻപ് വ്യക്തമാക്കിയത്. പ്രിയങ്കയുടെ കുഞ്ഞുപ്രായത്തിൽ ഇന്ദിരാഗാന്ധിയുടെ മരണം, പിന്നീട് അച്ഛൻ്റെ മരണം. ഇന്ദിരാഗാന്ധിയും സ്വന്തം അമ്മ സോണിയാഗാന്ധിയുമൊക്കെ പ്രിയങ്കയെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. മുത്തശ്ശി ഇന്ദിരാഗാന്ധിയുടെ തലക്കരികിൽ വിങ്ങിക്കരയുന്ന അച്ഛൻ രാജീവ് ഗാന്ധി. മുത്തശ്ശിയെ അന്ന് ചിതിയിലേക്ക് വയ്ക്കുമ്പോൾ രാജീവിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന രാഹുലിൻ്റെ ദൃശ്യങ്ങൾ ഇന്നും ഇൻ്റർനെറ്റിലുണ്ട്. ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും മരണം പ്രിയങ്ക ഗാന്ധി എന്ന വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ ഏറെ പങ്കുവഹിച്ചു. രാജീവ് ഗാന്ധിയുടെ സംസ്കാര ചടങ്ങിൽ സോണിയാഗാന്ധിയെ ചേർത്തുപിടിച്ച് വികാര വിക്ഷോഭത്തോടെ നിന്നിരുന്ന ഒരു പെൺകുട്ടി
പ്രിയങ്ക ഗാന്ധിയുടെ മുഖം ആർക്കും മറക്കാൻ കഴിയില്ല. അന്നു മുതൽ അമ്മയ്ക്ക് കരുത്തും സഹോദരന് തുണയുമായി നിന്ന പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമോ എന്ന ചർച്ചകൾ ഇന്ത്യയിൽ സജീവമായി. ഒരിക്കൽ സ്വന്തം മകളെപ്പോലെയാണ് തനിക്ക് പ്രിയങ്ക ഗാന്ധി എന്ന് പരിഹാസത്തോടെ നരേന്ദ്രമോദി പറഞ്ഞപ്പോൾ തൻ്റെ പിതാവ് രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ രാജീവ് ഗാന്ധിയാണ് എന്ന് ചൂണ്ടുവിരലുയർത്തി അന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരുന്നു. ആ സ്ഥാനം ഞാൻ മറ്റാർക്കും നൽകില്ല. ഇന്ത്യയെ നയിക്കാൻ വേണ്ടത് 56 ഇഞ്ച് നെഞ്ചളവല്ല, വിശാല ഹൃദയമാണ് എന്ന് പ്രിയങ്ക ഗാന്ധിയുടെ രൂക്ഷമായ വാക്കുകൾ. ഒരിക്കൽ ഹത്രാസിൽ ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബത്തെ കാണാനായി പ്രിയങ്ക നടത്തിയ യാത്ര ഇന്നും ഇന്ത്യയുടെ മനസ്സിൽ അതുണ്ട്. മറ്റൊരു ഇന്ത്യയെ അവിടെ കണ്ടുവെന്നാണ് അന്ന് മാധ്യമങ്ങൾ വിലയിരുത്തിയത്. പോലീസ് ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ടുള്ള ആ യാത്ര ഇന്ദിരാഗാന്ധിയുടെ തീഷ്ണതയാണ് ഓർമ്മപ്പെടുത്തിയത്. 2019 പ്രിയങ്ക ഗാന്ധി ഉത്തർപ്രദേശിൻ്റെ ചുമതലയേൽക്കുന്നു. അന്നു മുതൽ ഉത്തർപ്രദേശിൽ ഒരു തീജ്വാലയായി പ്രിയങ്ക ഗാന്ധി നിറഞ്ഞു നിന്നു. UP-യിൽ തകർന്നടിഞ്ഞ കോൺഗ്രസിനെ അല്പമെങ്കിലും പ്രാണവായു കൊടുത്ത് തിരികെ വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച നേതാവ് തന്നെയാണ് പ്രിയങ്ക ഗാന്ധി. ഏറെ മുൻപ് തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ 19-ാം വയസ്സിൽ അന്ന് രാഷ്ട്രീയ രംഗപ്രവേശം നടത്തിയിരുന്നു എങ്കിൽ രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധി മറ്റൊരു നേതാവായി വളർന്നു വരുമായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഹുൽ കരുത്താർജിക്കുന്ന കാലഘട്ടത്തിലാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി കടന്നു വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ കരുത്തനായ നേതാവും പ്രതിപക്ഷ നേതാവുമായി വളർന്ന അതേ കാലഘട്ടത്തിൽ പ്രിയങ്ക കൂടി ഒപ്പം ചേരുന്നു. സഹോദര ബന്ധം അതൊരു അമൂല്യ ബന്ധമാണ്. അതുതന്നെയാണ് വയനാട്ടിലും നമ്മൾ കണ്ടത്. പ്രിയ സഹോദരി പ്രിയങ്ക ഗാന്ധിയെ ചേർത്തു പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി മണ്ഡലത്തിലുടനീളം നിറഞ്ഞു നിന്നു. വയനാടിൻ്റെ MP-യായി പ്രിയങ്ക ഗാന്ധി ലോക്സഭയിലെത്തുമ്പോൾ തെക്കേ ഇന്ത്യക്ക് കൃത്യമായ ഒരു പ്രാതിനിധ്യം ഇപ്പോൾ കോൺഗ്രസിലൂടെ ഉറപ്പിച്ചിരിക്കുന്നു. മറുവശത്ത് വടക്കേ ഇന്ത്യയിൽ കരുത്തോടെ നിൽക്കാൻ രാഹുൽ ഗാന്ധിക്കും കഴിയും. ഏറെ വിവാദങ്ങളിൽപ്പെട്ട റോബർട്ട് വാദ്രയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇടക്കാലത്ത് ഇത്തിരി ആറിത്തണുത്തു. 13-ാം വയസ്സിൽ സ്കൂൾ പഠനകാലത്താണ് പ്രിയങ്ക ആദ്യമായി റോബർട്ട് വാദ്രയെ കാണുന്നത്. റോബർട്ടിൻ്റെ സഹോദരി മിഷേൽ വാദ്രയും പ്രിയങ്കയും സഹപാഠികളാണ്. ഉറ്റ സുഹൃത്തിൻ്റെ സഹോദരൻ എന്ന നിലയിൽ വാദ്രയുമായി പരിചയപ്പെടുന്നു. മാധ്യമങ്ങളുടെ കണ്ണുവെട്ടിച്ച് ആ സൗഹൃദം തുടർന്നു. അമ്മ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമൊക്കെ ആ സൗഹൃദത്തിന് അംഗീകാരം കൊടുത്തു. തുടർന്ന് വിവാഹം വരെ എത്തിയ ആ ബന്ധം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ റോബർട്ട് വാദ്രയ്ക്കെതിരെ ED അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ BJPയുടെ രാഷ്ട്രീയ പകപോക്കൽ എന്ന് തീർത്തു പറഞ്ഞ് കരുത്തോടെ റോബർട്ട് വാദ്രയ്ക്കൊപ്പം പ്രിയങ്കയും നിന്നു. ഏതാൾക്കൂട്ടത്തെയും തന്നിലേക്ക് അടുപ്പിക്കാൻ ശക്തമായ പ്രഭാഷണ ചാതുര്യം അത് പ്രിയങ്ക ഗാന്ധിയെ വ്യത്യസ്തയാക്കി. സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ആ വ്യക്തിത്വം. 2008 മാർച്ച് 8-ന് രാജീവ് ഗാന്ധി വധക്കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന നളിനിയെ കാണാൻ പ്രിയങ്ക ജയിലിലെത്തുന്നു. സന്ദർശനം തികച്ചും സ്വകാര്യമായിരിക്കണം എന്ന് പ്രിയങ്ക ശഠിച്ചു. അതുകൊണ്ട് തന്നെ ആ സന്ദർശനത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നില്ല. ജയിലിൽ കഴിയുന്ന നളിനിയുമായി പ്രിയങ്ക സംസാരിച്ചു. എൻ്റെ അച്ഛനെ എന്തിനാണ് കൊന്നത് എന്ന ചോദ്യം മാത്രമായിരുന്നു പ്രിയങ്ക നളിനിക്ക് മുന്നിൽ ഉയർത്തിയത്. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പറഞ്ഞു തീർക്കാമായിരുന്നല്ലോ. നളിനിക്ക് മാപ്പ് കൊടുത്താണ് അന്ന് പ്രിയങ്ക മടങ്ങിയത്. തൻ്റെ അഭിമുഖങ്ങളിൽ നളിനി ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് തുറന്നു സംസാരിച്ചു. സൗമ്യനും മിതഭാഷിയുമായ തൻ്റെ പിതാവിനെ എന്തിനു വധിച്ചു എന്ന പ്രിയങ്കയുടെ ചോദ്യത്തിന് മുന്നിൽ താൻ തരിച്ചു നിന്നുപോയി എന്നാണ് നളിനി പറഞ്ഞത്. എൻ്റെ അച്ഛനെ കൊല്ലേണ്ടിയിരുന്നു, അഭിപ്രായ വ്യത്യാസങ്ങൾ സംസാരിച്ച് തീർക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ച് എന്നെ കെട്ടിപ്പിടിച്ച് ആ കുട്ടി പൊട്ടിക്കരഞ്ഞുവെന്നാണ് നളിനിയുടെ വാക്കുകൾ. അപ്പോൾ പ്രിയങ്കയുടെ മുഖം ചുവന്നിരുന്നു, ചുണ്ടുകൾ വിറച്ചിരുന്നു. രാജീവിൻ്റെ മരണം പ്രിയങ്കയിൽ ഏൽപ്പിച്ച ആഘാതം എത്രയായിരുന്നു എന്ന് താൻ നേരിട്ട് അനുഭവിച്ച നിമിഷങ്ങളായിരുന്നു അതെന്ന് നളിനി പറയുന്നു. ഏറെ കരുത്തോടെ ജീവിതാനുഭവങ്ങളിലൂടെ വയനാടിൻ്റെ പ്രതിനിധിയായി പ്രിയങ്ക ലോക്സഭയിലേക്ക് എത്തുമ്പോൾ ഇതൊരു പുതിയ തുടക്കമാണ്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളും ആശയഭിന്നതകളുമൊക്കെ അവിടെ നിൽക്കട്ടെ. അതിലപ്പുറം കോൺഗ്രസിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഇനി പ്രിയങ്കയിലൂടെ സാധ്യമാകുമോ എന്ന് ഉറ്റുനോക്കുകയാണിപ്പോൾ ഇന്ത്യ. മഹാരാഷ്ട്രയിൽ തകർന്നടിഞ്ഞു ഇന്ത്യ മുന്നണിയെങ്കിലും ജാർഖണ്ഡിൽ അവർ മാന്യമായ ഒരു വിജയത്തിലെത്തി.
അതിലപ്പുറം വയനാട്ടിലെ പ്രിയങ്കയുടെ ഭൂരിപക്ഷം തന്നെയാണ് രാജ്യത്തിപ്പോൾ വലിയ ചർച്ചാ വിഷയം ആയിരിക്കുന്നതും. പ്രിയങ്കയെന്ന ആ പ്രിയങ്കരി അങ്ങനെ വയനാടിൻ്റെ മുത്താകുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.